നമ്മളിപ്പം നടക്ക ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുന്ന വഴിയാണ്. വലതുവശത്ത് നമ്മൾ വില്ലേജ് ഓഫീസൊക്കെ കാണാം. വില്ലേജ് ഓഫീസൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ICD ഭാരത്ത് വരുന്ന നമ്മൾ ICDയുടെ ഒരു ക്യാമ്പസാണ് ഇടത് സൈഡിൽ വരുന്നത്. എത്തിയില്ല, കാണാം. ICD കൊല്ലം ഒരു ക്യാമ്പസാണ് നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്നത്. ഈ മതിൽക്കെട്ട് ICDയുടെ ക്യാമ്പസാണ്. ഇവിടെ കൺവെൻഷൻ എന്തൊക്കെ വരുന്നുണ്ട്, പുതിയ പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്നത് നമ്മുടെ NHന്റെ ഭാഗമായിട്ടുള്ള വികസനം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ നടക്കൽ എങ്ങനെ ഭാഗവത്താവുന്നു എന്ന് കാണിക്കാനാണ്. നിങ്ങൾ പറയുക അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അവരവരെ മൈൻഡിൽ വെച്ച് ചിന്തിച്ച് പറയുക. നമ്മുടെ പോണ വഴിക്ക് ഇടതും വലതും ഒക്കെ റബ്ബർ കാടുകളും ഇടത് സൈഡിൽ ചെറിയൊരു നല്ല താഴ്ചയാണ്. ഈ സൈഡൊക്കെ സ്പീഡ് മാക്സിമം കുറച്ച് പോവുക. കാരണം നല്ല വളവുകളാണ്, ഇടവും വലവും വളവുണ്ട്. നമുക്ക് കാണാൻ കഴിയും വലതുവശത്ത് ഇടതുവശത്തൊക്കെ എന്നിവ കാണാൻ കഴിയും. NHന് വേണ്ടി മണ്ണെടുത്തതാണ്. ഈ പ്രദേശത്ത് പുതിയ ആളതാമസം കുറവാണ്. നമുക്ക് കാണാൻ ഈ ഇടത് സൈഡിൽ ഒരു പള്ളിയുണ്ട്. അപ്പോൾ പള്ളി കഴിയുമ്പോഴേതാണ്ട നമ്മൾ ഈ ഇപ്പോൾ കാണുന്നതാണ്ട ഇവിടെ ഭീമാകാര വലിയ രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട്. ഒരു 10-40 സെൻറ്റിലും ഫുള്ള് മണ്ണെടുത്ത് മലയെല്ലാം ഇടിച്ച് ആണ് NHന് വേണ്ടി കൊണ്ടുപോയേക്കുന്നത്. എനിക്കൊന്ന് ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇവിടെ വീടിൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ മണ്ണെടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അടുത്തല പള്ളി എത്തി. അടുത്തല പള്ളി കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ നേരെ കാണും. ഇത് ക്യാമറ എത്രത്തോളം ഇതല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നമുക്ക് നേരെ കാണുന്ന ഒരു കുന്നിൻ്റെ പകുതി ഇടിച്ച് മാറ്റിയേക്കുന്നതാണ്. ചുരുൾമലയിലൊക്കെ അതിങ്ങനെ ആയിരിക്കാം ദുരന്തമൊക്കെ വന്നത്. എന്താ ഏതോ അപ്പോൾ കണ്ട കാര്യം നിങ്ങളാണ്. ഇതുവഴി സാധാരണ ഇതുവഴി കൊട്ടാരക്കരോട്ടൊന്നും പോകാത്ത ആൾക്കാരൊന്നും ഇതുവഴിയൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ സ്കൂളൊക്കെ കഴിയുമ്പോഴേ നമുക്ക് നേരെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അവിടെ മലയെല്ലാം ഇടിച്ച് മാറ്റിയാണ്. മാത്രമല്ല നമുക്ക് ഈ അടുത്ത ഒരു 1.5 കൊല്ലത്തിനകത്ത് ഇവിടെ ഈ നമ്മൾ എപ്പോഴും പാസ് ചെയ്താലും മയിലിനെ കാണാൻ പറ്റും കേട്ടോ. മയിലിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ റോഡിലുണ്ട്. പൊതുവേ മറ്റേ ഇതായിട്ടൊക്കെ ജിയോളജിയിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലെ പ്രകൃതിയായിട്ടൊക്കെ പഠനമൊക്കെ നടത്തുന്ന ആൾക്കാർ പറയുന്നത്, മീൻസ് ഇവരുള്ള ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മയിലിൻ്റെ സാന്നിധ്യം കൂടുതൽ വരുമ്പോഴത്തേക്ക് ഉള്ളത് ഈ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണെന്ന് പറയുന്നത്. കൂടുതൽ ശാസ്ത്രവശമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ട വലതുവശത്ത് കണ്ട വലതുവശം മണ്ണൊക്കെ ഇടിച്ച് മലയൊക്കെ ഇടിച്ച് ക്യാമറ തിരിക്കാനും പറ്റത്തില്ല. ഫിക്സ് ചെയ്ത് വണ്ടിക്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഫിക്സ് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് ഇന്നത്തെ പരിപാടി നടക്കൂല. അതുകൊണ്ട് ഇങ്ങനെ പോണ വഴിയിൽ ഓണാക്കി വെച്ച് ഞാൻ മാത്രമേ ഉള്ള വണ്ടിയിൽ. എനിക്ക് പിക്കപ്പാണ്, കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു പിക്കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പോണ വഴിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം വേണ്ട ഈ സൈഡിൽ നിന്നൊക്കെ ആവശ്യം പോലെ ഇവിടെ ഇട സൈഡിൽ ക്രഷറാണ്, പേരെനിക്കറിയത്തില്ല. ഇവിടെ നിന്നുണ്ട് വലതുവശത്തൊക്കെ മണ്ണെടുത്ത് ഇടിച്ച് ഒരു പരുവായിട്ടുണ്ട്. ആ കുന്നിൻ്റെ ഒരു കാൽഭാഗം, ഇവിടുത്തെ കുന്നിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ ഇടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന മയിലിൻ്റെ കാര്യമാണ് കേട്ടോ. മയിലെന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ നമ്മളെപ്പോഴും പോലും കാണാം. ഇന്ന് അറിയാൻ വയ്യ, ഇന്ന് കണ്ടില്ല, ആരും ശ്രദ്ധിച്ചില്ല. ഈ ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും 1-2-3 മയിലോ ചിലപ്പോൾ ഒരു 6-7 ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഈ ജലാംശം, മണ്ണിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ജലാംശം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഇനി എങ്ങോട്ട് വരൾച്ചയൊക്കെ വരുന്ന എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് അറിയത്തില്ല, വരൾച്ചയാണോ എന്താണെന്ന് അറിയാൻ. പക്ഷേ മയിലിൻ്റെ സാന്നിധ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. മയിൽ പീലി വിടർത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഇവിടെ മിക്കപ്പോഴും ഉണ്ട്. ഇവിടെ ഇടത് സൈഡിൽ ഒരു വീടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇവിടെ എപ്പോഴും നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നിർത്തി ക്യാമറ തിരിച്ച് ഫോക്കസ് ചെയ്ത് നോക്കാനുള്ള സമയം ഇല്ലാത്തതിനാലാണ് നമ്മളിങ്ങനെ പറഞ്ഞങ്ങ് പോകണത്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ്, റബ്ബറിൻ്റെ പരിപാടികളുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ആളതാമസം കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡും നല്ല റോഡാണ്. ഇതുവഴി കയറി പോകാനായിട്ട് റോഡും നല്ലതാണ്. മെയിനായിട്ട് നമ്മളിപ്പം NHൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ ഇതുവഴി കയറി പോകണം. മറ്റേ NH വഴിയൊക്കെ പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ശരി പോകാനായിട്ട് നമ്മൾ NH വഴിയാണ് വെക്കൊണ്ടിരുന്നത്. ഈ റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അത് ഭയങ്കര ദുരിതമാണ്. സമയത്ത് എത്തത്തില്ല. സമയത്ത് ഭയങ്കര ഒരു റോഡ് ഭയങ്കര മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി പോകണം. എനിക്ക് രാത്രി 12 മണിക്കാണ് അവിടെ നിന്ന് എടുക്കാനുള്ളത്. ഫോണിലേക്ക് വേറെ സ്ഥലത്തൂടെ കയറാനുണ്ട്. നേരത്തെ അല്ല, കറക്റ്റ് ടൈമിങ് തന്നെ. അവിടെ കയറി എത്തിയപ്പോഴത്തേക്ക് പിക്കപ്പിനുള്ള സമയമാവും. അവിടെ ചെന്ന് ഫ്രഷായിട്ട് രാവിലെ ഒരു
കുറച്ച് നേരം കിടന്ന് ഞാൻ ഉറങ്ങി. കാരണം രാത്രി തിരിച്ച് നൈറ്റ് ഡ്രൈവ് ചെയ്ത് വരാനുള്ളതായതുകൊണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അടുത്തത് BSന് വിടാം. BSൻ്റെ അതിലൊക്കെ അർപ്പിച്ചുകൊണ്ട് ബോർഡൊക്കെ ഇവിടെ ഒരു പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. കോൺക്രീറ്റിൻ്റെ ബസ് സ്റ്റാൻഡായിരുന്നു. അതിപ്പം കാലക്രമേണ നാശത്തിലായിരുന്നാൽ അതിപ്പം പുതുക്കി പണിയാനായിട്ട് ഇതേ ഫണ്ടിൽ ചെറിയ പണിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. പൈപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. പോവുകയാണ്. ഈ റോഡൊക്കെ കൊള്ളാം കേട്ടോ. ഈ റോഡൊക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ വലിയ തിരക്കുമില്ല. ചിലപ്പോൾ അറിയാൻ പറ്റുന്ന തിരക്കുള്ള ഈ സൈഡൊക്കെ തിരക്ക് കുറവാണ്. ഡ്രൈവ് ചെയ്ത് പോകാം. ഒരു മീഡിയം സ്പീഡിൽ 40-50 റേഞ്ചിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന നല്ല രസമാണ്. ഒരു സ്പീഡൊക്കെ വേണ്ട, ഒരു രസത്തിൽ താളത്തിലങ്ങ് പോവാം. പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണല്ലോ പോകുന്നത്. ഇട സൈഡിലൂടെ വയലാണ് കേട്ടോ. വയലേലകളൊക്കെയാണ്. അതുകൊണ്ട് നല്ല രസമാണ്. ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് വീലുകൊണ്ട് ഉൾപ്പാട് വരും. അതിലൂടെ കുറേ കൃഷിയൊക്കെ ഉണ്ടാകും. ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ വാഴക്കൃഷിയും പിന്നെ ചീനി കൃഷിയൊക്കെ ഉണ്ട്. അടുത്തത് ഇവിടെ ഒരു കുരിശടി ഉണ്ട് അടുത്തതിൽ. ഇവിടെ കുറേയൊക്കെ ഈ വലതുവശത്ത് വയലിലുള്ള കൃഷിയൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിടക്കുകയാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇടതുണ്ട്. ചെങ്കുളം എത്തി. ചെങ്കുളത്ത് നിന്ന് തന്നെ ഇടത് പൂയപ്പള്ളി കൊട്ടാരക്കര നാട് ഉപാസന. അവന് ഉപാസനയുടെ ബസ്സാണ്. കുറേ ബസ്സുണ്ട് കേട്ടോ ഉപാസന നമ്മളിവിടെയൊക്കെ. നല്ല തിരക്കില്ല. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുന്നുണ്ട്. സമയം 3 മണിയാവും. ഫുൾ ടൈമൊക്കെ ആവാറായി. ഫുൾ ടൈം ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സിൻ്റെ തിരക്കും എല്ലാം അവിടെ കാണുമല്ലോ. പൂയപ്പള്ളി പഞ്ചായത്താണ്. പൂയപ്പള്ളിക്കടുത്ത് കയറി. ഞാൻ പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇതുവഴി കൊട്ടാരക്കര അമ്പലത്തിൽ വന്നിട്ടുള്ളപ്പോഴത്തേക്ക് അച്ചാച്ചൻ